ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നമ്മളെല്ലാവരും വിശുദ്ധ സെബസ്ത്യാനോസിനോടുള്ള നമ്മുടെ സ്നേഹാദരവും ഭക്തിയുമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് നൊവേനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ ദിവസം ഈ സൈസന്ധ്യയിൽ നമ്മൾ സഹനം എന്ന പേരിൽ വിശുദ്ധ സെബസ്ത്യാനോസുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ജോണച്ചൻ രചിച്ച ഗാനങ്ങൾക്ക് ശബ്ദം നൽകിയ ബിജു നാരായണൻ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ നമുക്കൊക്കെ സുപരിചിതനാണ്. മലയാളി മനസ്സുകൾക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്ക് ബിജു നാരായണൻ ഒരു ഹരമായി തീർന്നു കഴിഞ്ഞു. പുതിയ സിനിമകളിലൂടെയെല്ലാം തൻ്റെ ശ്രുതിമധുരമായ ഗാനത്തിലൂടെ നമ്മുടെ എല്ലാം ശ്രദ്ധ പിടിച്ചു പറ്റിയ ശ്രീ ബിജു നാരായണൻ നമ്മളുടെ കേരളക്കരയുടെ വലിയൊരു പ്രതീക്ഷയാണ്. വടക്കനാഥൻ, രസികൻ തുടങ്ങിയ സിനിമകളിലൂടെ അദ്ദേഹം തൻ്റെ ശബ്ദത്തിൻ്റെ മഹത്വം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊക്കെ വളരെയേറെ പരിചയമുള്ള കാഞ്ഞൂർ ജീവിക്കും പുണ്യവാനെ എന്നുള്ള ഗാനം, അത് നമ്മുടെ പൈനിക്ലച്ചൻ തന്നെ രചിച്ച ഗാനമാണ്. ആ പാട്ട് നമ്മളുടെയൊക്കെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അല്ലാണ്ട് തന്നെ പുതിയ പുതിയ പല ആൽബങ്ങളും ഭക്തിഗാനങ്ങളുമൊക്കെ അദ്ദേഹത്തിലൂടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇതേറെ നമ്മുടെ ഇടയിൽ പേരുകേട്ട ബിജു നാരായണൻ നമ്മളുടെ ഈ പുതിയ CD ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തി എന്നുള്ളത് നമുക്ക് ഏവർക്കും സന്തോഷകരമായ ഒരു കാര്യമാണ്. അദ്ദേഹം വിശുദ്ധ സെബസ്ത്യാനത്തിൻ്റെ ഒരു ഭക്തൻ കൂടിയാണ്. ശ്രീ ബിജു നാരായണനെ ഈ സമൂഹത്തിൻ്റെ പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. ജോൺ പൈനിക്കലച്ചൻ നമ്മുടെ കൊച്ചച്ഛനായിരുന്നു. ഇന്നിപ്പോൾ അച്ഛൻ ഒരുമാതിരി ഒരു വലിയച്ഛനായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഗാനരചനയിൽ ഏറെ മുന്നോട്ട് പോയിട്ടുള്ള നമ്മുടെയൊക്കെ മനസ്സുകളെ പിടിച്ചു പറ്റുന്ന ഒത്തിരി നല്ല പാട്ടുകൾ, ഹൃദയസ്പർശിയായ ഗാനങ്ങൾ ജോണച്ചൻ രചിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അച്ഛൻ്റെ ഗാനങ്ങളും നമുക്ക് ഏറെ ഇഷ്ടമാണ്, ശ്രദ്ധേയമാണ്. ഇവിടെ അടുത്തുള്ള ആയുധപ്പടി പള്ളിയിൽ വികാരിയായിട്ട് അച്ഛൻ ഇപ്പോൾ സേവനം ചെയ്യുകയാണ്. നമുക്ക് ഇവർക്കും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ജോൺ പൈനിക്കലച്ചനെയും ഈ വേദിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ദാസ് കമ്മ്യൂണിക്കേഷൻ്റെ എല്ലാമായ ശ്രീദാസ് ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും പ്രത്യേകം ഈ അവസരത്തിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളേവർക്കും ഈ സൈൻസന്ധ്യയിലേക്ക്, ഈ കർമ്മത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ബിജു നാരായണനെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ജോണച്ചൻ 2 വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ട സെബാസ്റ്റ്യനച്ച, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, യുവജനങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, 14 വർഷം മുൻപ് കാഞ്ഞൂരിൽ ജീവിക്കും പുണ്യവാനെ എന്ന പാട്ടുമായി നീ എന്നെ മറന്നു നാഥ എന്ന CD നമ്മൾ പ്രകാശനം ചെയ്തത് ഓർക്കുന്നുണ്ടാവും. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വലിയ ഓർമ്മയുണ്ടാവില്ലെങ്കിലും മുതിർന്ന തലമുറയ്ക്കൊക്കെ അറിയാമത്. അന്ന് ആ ഗാനം പാടിയത് ബിജു തന്നെയായിരുന്നു. ആ ടൈറ്റിൽ സോങ് പാടിയത് ബിജു ആയിരുന്നു. ആ പാട്ട് രൂപപ്പെടുത്തിയെടുത്ത നാളുകളിലെ സങ്കട വഴികളൊക്കെ ഒത്തിരി ഉണ്ട് പറയാൻ. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അന്ന് ആ CD നമ്മൾ രൂപപ്പെടുത്തിയെടുത്തിയത്. വളരെ ഔദാര്യത്തോടെ ബിജു അന്ന് മുതൽ സഹകരിക്കുന്നതാണ്, വളരെ ഔദാര്യത്തോടെ. കാരണം ബിജുവിന് മാർക്കറ്റിൽ ഒരു പാട്ടിന് കിട്ടുന്ന റെമ്യൂണറേഷൻ എത്രയാണോ അതിൻ്റെ പകുതി പോലും വാങ്ങാതെ വളരെ സ്നേഹപൂർവ്വം, താല്പര്യപൂർവ്വം എപ്പോൾ ഫോണിൽ വിളിച്ചാലും വന്ന് പാട്ട് പാടിത്തന്ന് വലിയ സ്നേഹബന്ധം അന്ന് മുതൽ സൂക്ഷിക്കുന്നു. ഇന്നും അതേ ബന്ധം ഞങ്ങൾ തുടരുന്നു. കാഞ്ഞൂരിലെ പാട്ട് പാടണമെന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതി, ബിജു അപ്പോൾ വന്നോളൂ. കാഞ്ഞൂക്കാരോട് വ്യക്തിപരമായി ബന്ധമില്ലെങ്കിലും
സ്നേഹം കൊണ്ട് ബിജുവിന് വളരെ അടുപ്പമുണ്ട്. അതുകൊണ്ട് ബിജുവിനെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല. അകലെ ഇരുന്നു കൊണ്ട് തന്നെ ബിജു കാഞ്ഞൂരിലെ പുണ്യവാളിനെയും കാഞ്ഞൂർ നാട്ടുകാരെയൊക്കെ അറിയും. മനോഹരമായ പാട്ടുകൾ ഒരുപാട് മലയാളത്തിന് വേണ്ടി ബിജു പാടിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ പുതിയ പടത്തിൻ്റെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. ബിജു പറഞ്ഞു, വലിയ സ്നേഹബന്ധം ഞങ്ങളിപ്പോഴും സൂക്ഷിക്കുന്നു. മലയാളത്തിൽ ബിജു നാരായണൻ എന്ന ഒരു ഹൈന്ദവ മതവിശ്വാസി എന്നതിനേക്കാൾ അപ്പുറത്ത് വളരെ സ്നേഹാദരങ്ങളോടെ വലിയ ഹൃദയബന്ധത്തോടെ ഈ കാഞ്ഞൂർ പുണ്യവാളിനോടും ഇവിടുത്തെ ക്രൈസ്തവ മതത്തോടും എല്ലാവരോടും അടുപ്പം സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ഹൃദയം ബിജുവിനുണ്ട്. ബിജു ഇടയ്ക്ക് വീട്ടിലേക്കൊക്കെ ക്ഷണിക്കും. വീട്ടിൽ പോയിട്ടുണ്ട്. ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോൾ കാപ്പി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്ന് ഭാര്യയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ പുള്ളിക്കാരത്തി ഉണ്ട്, ഞങ്ങൾ നല്ല കാപ്പിയൊക്കെ തരാച്ചെന്ന് വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്ന് പുള്ളിക്കാരത്തി ഉണ്ടായിരുന്നില്ല. അവസാനം ഞാൻ കാപ്പി ഉണ്ടാക്കി ബിജുവിന് കൊടുക്കേണ്ടി വന്നാലും. അത്രയും നല്ലൊരു അടുപ്പം ഞങ്ങൾ സൂക്ഷിക്കുന്നു. ഇന്നും അതൊക്കെ ഓർമ്മയിലുണ്ട്. എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹത്തോടെ ബിജുവിനെ, ഈ നല്ലൊരു കർമ്മത്തിന്, കാഞ്ഞൂർ പുണ്യവാളിനെ കുറിച്ചുള്ള മനോഹരമായ ഒരു ഗാനമാണ് ബിജു നമ്മുടെ പുതിയ ആൽബത്തിൽ പാടിയിരിക്കുന്നത്. ആ ആൽബത്തിന്റെ പേര് തന്നെ സഹനമെന്നാണ്. സഹനത്തിൻ തീക്കനൽ എൻ്റെ ഉള്ളിൽ. ഓരോ സഹനത്തിന്റെയും തീക്കനലും സഹനത്തിന്റെ പാനപാത്രമൊക്കെ മനുഷ്യജീവിതം. അതാണല്ലോ ഓരോ ദിവസവും നമ്മുടെ അനുഭവം. അതുമായി മുന്നോട്ട് പോകുമ്പോൾ ദൈവം മാത്രമാണ് കൂടെയുള്ളത്, കൈപിടിച്ച് നടത്താനുള്ളതെന്നൊരു തിരിച്ചറിവ്. സെബസ്ത്യാനോസും അതുതന്നെയാണ് വിശ്വാസ പ്രഖ്യാപനം എന്ന ധീരമരണം വഴി കാട്ടിത്തന്നതും. നമുക്ക് ഈ പുണ്യകർമ്മത്തിലേക്ക് കടക്കാം. ബിജു ഇവിടെ വന്ന് ഇത് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും ഈ CD വാങ്ങിക്കേൾക്കണം. കാരണം ഇങ്ങനെയുള്ള നല്ല സംരംഭങ്ങളെ, കാരണം ഇതിൻ്റെ പ്രൊഡ്യൂസർ ഞാനൊന്നുമല്ല, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് ഒരുപാട് പൈസ മുടക്കുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നവർക്ക് വീണ്ടും വീണ്ടും നമ്മുടെ കാഞ്ഞൂർ പുണ്യവാളിനെ കുറിച്ചുള്ള പാട്ടുകളൊക്കെ ഉണ്ടാക്കാൻ അതൊരു പ്രചോദനമാകണം. എല്ലാവരും വാങ്ങിക്കേട്ട് മനോഹരമായ ഈ ഗാനം ഈ നാട് മുഴുവൻ അലയടിക്കണമെന്ന പ്രാർത്ഥനയോടെ ബിജുവിനെ ഈ സ്നേഹകർമ്മത്തിന് ക്ഷണിക്കുന്നു. താങ്ക് യു അച്ഛാ. എത്രയും പ്രിയപ്പെട്ട കാഞ്ഞൂരിലെ വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ വിശ്വാസികളെ, ഭക്തജനങ്ങളെ, ഇതൊരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ 10-14 വർഷം മുമ്പ് പാടിയ ഗാനം, നിങ്ങൾ ഒരുപാട് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഗാനം പിന്നീട് വീണ്ടും ഒരു ആൽബത്തിൽ പാടാനുള്ള ഭാഗ്യമുണ്ടായി. ഇപ്പോൾ ഇത് 3ാമത് സഹനം എന്ന് ജോണച്ചൻ എഴുതിയ ശ്രീ ജേക്കബ് കൊരട്ടി, സെബി നായരമ്പലം, ഫിലിം മ്യൂസിക് ഡയറക്ടർ അൽഫോൺസ് ജോസഫ് ഹെക്ടർ എന്നിവരെ സംഗീതം ചെയ്ത് ജയേട്ടൻ, ഞാൻ, കെസ്റ്റർ, എലിസബത്ത് രാജു, വിൽസൺ, ഞങ്ങൾ ഒരുപാട് ഗായക ഒരു വലിയൊരു നിര തന്നെയുണ്ട്. എല്ലാം പാടിയ ഒരു ആൽബമാണ് ഈ സഹനം. അതിന്നിവിടെ പ്രകാശനം നടത്തുകയാണ്. ഇവിടെ വരാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. കാരണം ഞാനിവിടെ വന്നിട്ടില്ലെങ്കിലും വളരെ വിശ്വാസിയാണ്. മാത്രമല്ല ഈ ഏതെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പാട്ടുകൾ, കാഞ്ഞൂരിന് വേണ്ടി പാടിയിട്ടുള്ള ഏതെങ്കിലും പാട്ടുകളൊക്കെ തന്നെ നിങ്ങൾ പലരുടെയും വീട്ടിലുണ്ടാവും. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. ജോൺ അച്ഛനുമായിട്ടുള്ള ഒരുപാട് വർഷത്തെ ബന്ധമാണ്. ഒരുപാട് നല്ല ഗാനങ്ങൾ വേറെയും പാടിയിട്ടുണ്ട്, ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അതുപോലെ നല്ലൊരു മുഖവര തന്ന വികാരി അച്ഛനോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും ഈ കാസറ്റ് മേടിച്ച് കേൾക്കണം. വളരെ നല്ല പാട്ടുകളാണ്. ഒരുപാട് പാട്ടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുണ്യാളിനെ കുറിച്ചുള്ള പാട്ടുകളും കൂടാതെ മറ്റ് ക്രിസ്തീയ ഭക്തിഗാനങ്ങളും. മാത്രമല്ല ഒരു വർക്ക് ഇറക്കുക എന്ന് പറയുകയാണെങ്കിൽ വലിയൊരു, ജോണച്ചൻ പറഞ്ഞ പോലെ വലിയൊരു പ്രക്രിയയാണ്. കാരണം അതിന് ആദ്യം മുതൽ മുടക്കാനായിട്ടൊരു പ്രൊഡ്യൂസർ വേണം. അതിന് ഇവിടുത്തെ തന്നെ വിശ്വാസിയായ ദാസ് ക്രിയേഷൻസിൻ്റെ ദാസൻ ചേട്ടൻ, അദ്ദേഹം വളരെ മനോഹരമായിട്ട്, അതായത് ഒരു സാമ്പത്തിക ലാഭത്തിനുപരി നല്ലൊരു വർക്ക് ഇറക്കണം എന്നുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം. വൃത്തിയായിട്ട് വളരെ നന്നായിട്ട് റെക്കോർഡിങ് ക്വാളിറ്റിയും എന്താ പറയുക, കോപ്പിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വളരെയധികം പെർഫെക്ഷനും ക്വാളിറ്റിയും നോക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും വളരെ നല്ലൊരു ആൽബമാണ്. തീർച്ചയായിട്ടും എല്ലാവരും മേടിച്ച് കേൾക്കണം. ഈ പാട്ട് ഇവിടെ പ്ലേ ചെയ്യുന്നതാണ്. വേറെ ഒന്നും പറയാനില്ല. എല്ലാവരെയും നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ എറണാകുളത്തിന് ഊരത്ത് വരുമ്പോൾ വീട്ടിൽ വന്ന് കാപ്പി കുടിക്കുക. പക്ഷെ കാപ്പിക്കുള്ള സാധനങ്ങൾ നിങ്ങൾ തന്നെ കൊണ്ടുവരണം മാത്രം. താങ്ക് യു. വേറെ ഒന്നുമില്ല. ഏതായാലും
ഇതിലെ പാട്ട് ഇവിടെ പ്ലേ ചെയ്യും. അപ്പം അച്ഛൻ പറഞ്ഞു ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ഒരു 4 പേരെങ്കിലും പാടണമെന്ന്. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക ശ്രീയേശുനായക ശ്രീയേശുനായക. താങ്ക് യു. സഹനമെന്ന CD ആൽബത്തിന്റെ പ്രകാശത്തിനായി ശ്രീ ബിച്ചു നാരായണനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കോടി ജനത്തെയും പരിപാലിക്കുന്നവനെ അങ്ങേക്ക് പ്രണാമം. പകലിനു സൂര്യനെയും രാവിനു ചന്ദ്രനെയും നൽകി ഭൂമിയെ ഒരു മനോഹര വീടാക്കി പാലിക്കുന്നവനെ അങ്ങേക്ക് പ്രണാമം. സഹനത്തിന്റെ പാനപാത്രവുമായി സത്യമായ അൾത്താര മുന്നിൽ എന്റെ നെഞ്ചകം ചേർത്ത് ഞാൻ നിൽക്കുന്നു. അൾത്താരയിൽ നിന്നും ആത്മാവിലേക്കുള്ള അങ്ങേ തീർത്ഥാടനം കൊതിച്ച് ഞാൻ നിൽക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ ഫാദർ ജോൺ പൈനുങ്കൽ.